കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന് കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടർഫ് പ്രവർത്തനം ആരംഭിച്ചു. ടിപ് ടോപ്പ് അസീസ് ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഗോൾ അടിച്ചുകൊണ്ട് നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 81 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊച്ചി ചുള്ളിക്കലിലുള്ള ടർഫിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 81 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കായിക പ്രേമികൾക്ക് ആവേശമായി കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ടർഫ് പ്രവർത്തനം ആരംഭിച്ചത്. ടർഫിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഗോൾ അടിച്ചുകൊണ്ട് നിർവഹിച്ചു. മാതൃകാപരമായ കാര്യമാണ് കൊച്ചി നഗരസഭ നടപ്പാക്കിയതെന്നും ഇത്തരം പ്രവർത്തികൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. എന്നാൽ മാലിന്യത്തിന്റെ കാര്യത്തിൽ ആളുകളുടെ മനോഭാവം ഇനിയും മാറാനുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയാണെന്നും അത്തരം ആളുകളെ ദയാദാക്ഷിണ്യമില്ലാതെ കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ടർഫ് ഉണ്ടായി എന്നുള്ളതല്ല, ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ മാറി കാണാൻ വൃത്തിയുള്ള മനോഹരമായൊരു സ്ഥലമായി മാറി എന്നതിലാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും വൃത്തിയാക്കി ഇനി മാലിന്യം കൊണ്ടിടാൻ പറ്റാത്ത തരത്തിലാക്കി മാറ്റണം. വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ എല്ലാ കൊല്ലവും പലതവണ ഒരേ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യുന്നത് കാണാം. അപ്പം നമ്മുടെ നാട്ടിൽ കുറേ പേരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ധൈര്യമായിട്ട് മാലിന്യം കൊണ്ടിടാം. അത് കുറച്ച് ആൾക്കാർ അതിനായി നേർന്നതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്. അവരത് വൃത്തിയാക്കി തന്നോളും. അവർ വൃത്തിയാക്കി തരുന്നത് ഇവർക്ക് വീണ്ടും കൊണ്ടിടാൻ വേണ്ടിയിട്ടാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ എന്തായാലും കൊണ്ടിടാൻ ആർക്കും ധൈര്യം വരില്ല. കൊണ്ടിടാൻ പറ്റാത്ത തരത്തിൽ ഇത് ടർഫാക്കി, അപ്പുറത്ത് പാർക്കുണ്ട്, ഓപ്പൺ ജിംനേഷ്യമുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നഗരസഭയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ മാതൃകാപരമായ പദ്ധതി നടപ്പാക്കിയത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ അധ്യക്ഷനായി. ഒരു ദിശാമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്, അതിൻ്റെ തുടക്കമാണ് നമ്മൾ 10ാം ഡിവിഷനിലെ ചുള്ളിക്കൽ ഗ്രൗണ്ടിനെ ഏറ്റവും മനോഹരമായ രൂപത്തിലേക്ക് മാറ്റിയത് എന്നത് അഭിമാനപൂർവ്വം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭ 10ാം ഡിവിഷൻ കരുവേലിപ്പടിയിലാണ് ടിപ് ടോപ്പ് അസീസിന്റെ നാമധേയത്തിൽ ഫുട്ബോൾ ടർഫ് ആരംഭിച്ചത്. ഡ്രെയിനേജ് സംവിധാനത്തോടെയുള്ള ടർഫ്, ഡ്രസ്സിംഗ് റൂം, വെളിച്ച സംവിധാനം എന്നിവയോടെയാണ് ടർഫ് തയ്യാറാക്കിയിട്ടുള്ളത്. സി ഹെഡിനാണ് പരിപാലന ചുമതല. നിലവിൽ സ്വകാര്യ ടർഫുകളിൽ 1000 രൂപ വരെ കായിക വിനോദങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നുണ്ട്. ഇത് പലർക്കും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ നഗരസഭാ ടർഫിൽ മണിക്കൂറിന് 500 രൂപ നിരക്കാണ് ഈടാക്കുന്നത്. ഓൺലൈനായാണ് ബുക്കിംഗ് സംവിധാനം. പുലർച്ചെ 5 മുതൽ രാത്രി 11 മണി വരെയാണ് പ്രവർത്തന സമയം. ഫൈസ്, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നീ കായിക വിനോദങ്ങളാണ് ഇവിടെ നിലവിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ടർഫിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ടിപ് ടോപ്പ് അസീസിന്റെ നാമധേയത്തിലുള്ള ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. കൗൺസിലർ ബാസ്റ്റിൻ ബാബു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷത്തിനാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 9 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സ്വപ്നം, കാരണം ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ തോന്നിയ ഒരു സ്വപ്നം, എന്നെങ്കിലും ഇതേപോലെയൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്ന് ഒരാഗ്രഹം. അത് ഞാൻ കൗൺസിലറായി വിദ്യാഭ്യാസ കായികകാര്യ കമ്മിറ്റിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനും കൂടെ ആയപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീജിത്ത് ചെയർമാനോട് ഈ ഒരു ആശയം പങ്കുവച്ചു. ഇന്നതുപോലെ നമുക്കൊരു ടർഫ് ചെയ്താൽ. അപ്പോൾ ചെയർമാൻ ഒറ്റവാക്കിൽ തന്നെ മറുപടി പറഞ്ഞു, നമുക്കത് ചെയ്യണം, നമുക്കത് പ്ലാൻ ചെയ്തോ, നമുക്കത് ചെയ്യാം. MP ഹൈബീഡൻ, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VA ശ്രീജിത്ത്, ഷീബാലാൽ, PR റെനീഷ്, VK മിനിമോൾ, കൗൺസിലർമാരായ CA ഷക്കീർ, M ഹബീബുള്ള, ഷീബ ഡ്യൂറോം, ആന്റണി കുരീത്തറ, ഷൈല തദേവൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ജനപ്രതിനിധിക്ക്, ഒരു നഗരസഭാ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പൂർത്തീകരിച്ച ഈ ടർഫിന് വേണ്ടി ശ്രീ ബാസ്റ്റിൻ ബാബു എടുത്ത എഫേർട്സ്. അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.